23 രാജ്യങ്ങളിൽ നിന്നുള്ള 150ഓളം ആൾക്കാരാണ് കടലിന് നടുക്ക് ഒരു കപ്പലിൽ ട്രാപ്പായി കിടക്കുന്നത്. അതിൽ 2 ഇന്ത്യൻസും ഉണ്ട്. അപ്പോഴാണ് അവരറിയുന്നത് ഈ ഒരു കപ്പലിൽ ഒരു ഡെഡ്ലി വൈറൽ ഔട്ട് ബ്രേക്ക് നടന്നിട്ടുണ്ടെന്ന്. നിലവിൽ 3ഓളം ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞു. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MV ഹോണ്ടിയസ് എന്ന് പറയുന്ന ഒരു ക്രൂസ് ഷിപ്പ് ഒരു എക്സ്പെഡിഷൻ കഴിഞ്ഞ് അർജന്റീനയിൽ നിന്ന് തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ ഒരു കപ്പലിലുള്ള മൾട്ടിപ്പിൾ ആൾക്കാർക്ക് പനി വരാൻ തുടങ്ങി, തലവേദന വരാൻ തുടങ്ങി, ഭയങ്കര റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഷിപ്പിലെ മെഡിക്കൽ ടീം ഈ വയ്യാണ്ട് വന്ന ആൾക്കാരെയൊക്കെ നിയർ ബൈ പോർട്ട് വഴി ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്നിട്ട് ലാബ് ടെസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കപ്പലിൽ ഹെൻഡ വൈറസിൻ്റെ ഔട്ട് ബ്രേക്കാണ് നടന്നിരിക്കുന്നതെന്ന്. സോ എന്താണ് ഹെൻഡ വൈറസ്? ഇത് പൊതുവെ റോഡൻസിൽ നിന്നും മനുഷ്യരിലോട്ട് സ്പ്രെഡ് ആവുന്ന ഒരു ടൈപ്പ് വൈറസ് ആണ്. ഈ റോഡൻസ് എന്ന് പറയുമ്പോൾ എലിയൊക്കെ അവധിപ്പെടും. അതിൻ്റെയൊക്കെ യൂറിൻ, സലൈവ അല്ലെങ്കിൽ എക്സ്ക്രീറ്റയൊക്കെ എയറോസോളൈസ്ഡ് ഫോമായിട്ട് മാറിയിട്ട് അത് ഇൻഹേൽ ചെയ്യുന്ന നേരത്തായിരിക്കും പൊതുവെ ഈ ഒരു വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് സംഭവിക്കുന്നത്. ഏകദേശം 3ഓളം ആൾക്കാർ ആ കപ്പലിൽ മരിച്ചു എന്ന് ഓർക്കണം. ഈ ഒരു വൈറസ് നമ്മുടെ ബോഡിക്കകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ് ചെയ്യുന്ന 2 അസുഖങ്ങളുണ്ട്. മെയിൻ സാധനം എന്ന് പറയാൻ നേരത്ത് ഹെൻഡ വൈറസ് പൾമണറി സിൻഡ്രം. ഇത് കൂടുതലും അമേരിക്കൻസിനൊക്കെയാണ് ഈ ഒരു അസുഖം കണ്ടുവരുന്നത്. ആൻഡ് ഇൻ കേസ് ഏഷ്യൻസിനാണെങ്കിൽ ഇവർ കോസ് ചെയ്യുന്ന അസുഖം എന്ന് പറയാൻ നേരത്ത് ഹെമറേജിക് ഫീവർ വിത്ത് റീനൽ സിൻഡ്രം, HFRS എന്ന് പറയും. ഈ ഒരു ഔട്ട് ബ്രേക്കിന് ഇത്രയും ഗ്ലോബൽ അറ്റൻഷൻ ലഭിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഹെൻഡ വൈറസ് ഒരു ഇൻഫെക്ഷൻ കോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനിൽ നിന്നും മറ്റൊരു മനുഷ്യനിലോട്ട് ഈ ഒരു വൈറസ് ട്രാൻസ്മിറ്റ് ആവുന്നതായിരിക്കത്തില്ല. ബട്ട് ദെയർ ഇസ് ആൻ എക്സെപ്ഷൻ. അതായത് ചില സ്ട്രെയിനുകളുണ്ട്. ഉദാഹരണത്തിന് ഈ ഷിപ്പിൽ ഇൻഫെക്ഷൻ കോസ് ചെയ്തിരിക്കുന്ന ഹെൻഡ വൈറസിൻ്റെ സ്ട്രെയിൻ ആൻറ്റി സ്ട്രെയിൻ ആണ്. ആൻറ്റി സ്ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രെയിൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു മനുഷ്യരിൽ നിന്നും മറ്റൊരു മനുഷ്യനിലോട്ട് ഈ ഒരു വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് ഒരു കോവിഡ് പോലെയുള്ള ഒരു പാൻഡമിക്കിന് സാധ്യതയുള്ളത് കൊണ്ടാണ് WHO മറ്റ് പല രാജ്യങ്ങളും ഈ ഒരു ഇൻസിഡൻറ്റിൽ ഇത്ര അറ്റൻഷൻ കൊടുത്തിരിക്കുന്നത്. ബട്ട് ഡോണ്ട് വെറി, എവറിത്തിങ്സ് അണ്ടർ കൺട്രോൾ. അസുഖബാധിതരായിട്ടുള്ള സിംറ്റംസ് കാണിച്ച സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഹോസ്പിറ്റലുകളിലോട്ടൊക്കെ മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആൻഡ് നോൺ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കപ്പലിൽ തന്നെ ക്വാറന്റൈനിൽ തുടരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ആക്കാൻ മറക്കല്ലേ.